വൈറ്റ് ബോർഡ്. നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ BNM എന്ന് പറയുന്ന പേപ്പറിൽ 4ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും അതിന് മെയിനായിട്ട് വരുന്ന രണ്ട് സംഗതികളാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഈ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ടേംസ് ഉണ്ട്. അതിലൊന്നാണ് ഈ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതാണ് അടുത്തതായിട്ട് നോക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മളറിയാം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇപ്പോൾ നമ്മളൊരു 10% പലിശ അടയ്ക്കുകയാണെങ്കിൽ കൂട്ടുപലിശ വരുമല്ലോ അല്ലേ. അത് നമുക്ക് ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിലും കൂട്ടുപലിശ കിട്ടും. അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 100 രൂപ നമുക്ക് 5 കൊല്ലത്തേക്ക് നമ്മൾ ഇടുകയാണെങ്കിൽ ആദ്യത്തെ കൊല്ലം നമുക്ക് 10% പലിശ കിട്ടി 110. അടുത്ത കൊല്ലം ഈ 110ൻ്റെ 10% 11 രൂപയാണ് കിട്ടുന്നത്. പിന്നെ 121ൻ്റെ 10% കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന നേരത്ത് ശരിക്കും എല്ലാ വർഷവും ഈ ഇൻട്രസ്റ്റിനൊന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും അവസാനം കിട്ടുന്നൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ആദ്യം കിട്ടിയ 11 ഇൻട്രസ്റ്റ് ആണ്, ഇവിടെ കിട്ടിയ 21 ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ് ഇതിൻ്റെ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ, അപ്പോൾ ഇതിനൊന്ന് നമ്മൾ ആനുവലി ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. 10%-നുള്ള നിരക്ക് പോകുന്നത് 10 രൂപ വെച്ചല്ല കയറുന്നത് അല്ല. ഇവിടെ 10, ഇവിടെ 11, ഇവിടെ ഇവിടെ പിന്നെ 12.1 അങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ശരാശരിയാണ് ഈ പറയുന്ന ഈ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇവിടെ പറയുന്നത് നോക്കാം. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിച്ച് ഈസ് കോമ്പൗണ്ടഡ് ആനുവലി വുഡ് റിസൾട്ട് ഓൺ ദ സെയിം എമൗണ്ട് ഈസ് കോൾഡ് എഫക്റ്റീവ് റേറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതേപോലെ ശരാശരി കിട്ടുന്ന ഇൻട്രസ്റ്റ് ശരിക്കും എല്ലാ വർഷവും വരുന്നത് ഒരു വേറെ നിരക്കായിരിക്കുമല്ലോ. അപ്പോൾ 10% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞ നേരത്ത് നമുക്ക് 10% ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് വീണ്ടും അടുത്ത കൊല്ലം ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെ ഇതിങ്ങനെ കോമ്പൗണ്ട് ആയിട്ട് ഇൻട്രസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു എഫക്റ്റീവ് റേറ്റ് മൊത്തത്തിൽ ഒരു എഫക്റ്റീവ് റേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അതിൻ്റെ പേരാണിത്. ഇപ്പോൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ സപ്പോസ് എ മാൻ ബോറോസ് ₹100 at 10% per year compounded quarterly. അപ്പോൾ ക്വാർട്ടർലി ആയിട്ട് കോമ്പൗണ്ട് ചെയ്യുന്നുണ്ട് 10%. Then 10% is the nominal rate and the effective rate is equal to 10.38%. ഓക്കെ, അപ്പോൾ 10.38% എന്ത് വരുന്നത് ഇതിൻ്റെ എഫക്റ്റീവ് റേറ്റ് വരുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. എഫക്റ്റീവ് റേറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ 100 പ്രിൻസിപ്പൾ അല്ലേ. 100 രൂപ ഇടുന്നത് 10% നിരക്ക് വരുന്നത്. അത് ക്വാർട്ടർലി ആണ്. അപ്പോൾ 10നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 4 അപ്പോൾ 2.5 ഒരു ക്വാർട്ടറിൽ വരുന്ന ഇൻട്രസ്റ്റ്. ക്വാർട്ടർ അല്ലേ, ക്വാർട്ടർലി ആണ്. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശരിക്കും ഇപ്പോൾ ഈ 2.5% വീണ്ടും എന്ത് ചെയ്യുക 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ R/, അപ്പോൾ അതാണ് I എന്ന് വെച്ചാൽ I കാണുക എന്നുള്ളതാണ്. അത് 0.025 ആണ്. ഇനി N അത് 4 കാര്യം ഒരു വർഷം 4 ക്വാർട്ടറാണുള്ളത്. ഇനി അത് കഴിഞ്ഞിട്ട് ദ എമൗണ്ട് ആഫ്റ്റർ 1 year ഇസ് ഗിവൺ ബൈ. അപ്പോൾ ഒരു വർഷത്തെ എങ്ങനെയാണ് നമ്മൾ കണക്കാക്കാന്ന് വെച്ചാൽ പ്രിൻസിപ്പൾ ഇൻറ്റു 1+i ആണ്. കാര്യം ഇതിൻ്റെ ഇൻട്രസ്റ്റ് R/100 അതായത് 0.025 raised to 4 ആണ് വരിക. അപ്പോൾ അങ്ങനെ നോക്കുന്ന നേരത്ത് 100 × 1.025 raised to 4 ആണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ എമൗണ്ട് വരുന്നത്. അതിൽ നിന്ന് 100 മൈനസ് ചെയ്താൽ ഇൻട്രസ്റ്റ് 10.38 വരുന്നത്. അപ്പോൾ 10% ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ നേരത്തെ അത് 4 ക്വാർട്ടറായിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടുകയാണെങ്കിൽ ഒരു കൊല്ലം അത് 10.38 എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരിക എന്നുള്ളതാണ്. അപ്പോൾ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ ഇതാണ്. അപ്പോൾ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് I ആണ്. I എന്ന് വെച്ചാൽ നമ്മുടെ റേറ്റ് ഉണ്ടല്ലോ. അപ്പോൾ 10 ആണെങ്കിൽ 10ന് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ക്വാർട്ടർലി ആയതുകൊണ്ട് 10ന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഹാഫ് ഏർലി ആയിരുന്നെങ്കിൽ 10ന് 2 കൊണ്ടായിരുന്നു ഡിവൈഡ് ചെയ്യേണ്ടത്. അതിനെ വീണ്ടും എന്ത് ചെയ്യുക 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും നമുക്ക് I കിട്ടും. I പിന്നെ അതിന് നമ്പർ ഓഫ് I/N ആണ്. അത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. -1 വരുന്നത്. അപ്പോൾ അത് നോർമലായിട്ട് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കാണുന്ന പോലെ തന്നെ ഒരു 100നെ വെച്ചിട്ട് എടുത്ത് കണ്ടാൽ മതി. അധികം തിയറി ആയിട്ടാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. വെൻ I is equal to R/100, R% is equal to rate of interest per period. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇൻ ദ അബവ് എക്സാമ്പിൾ N is equal to 4, R is equal to 10/4 which is equal to 2.5. പിന്നെ I is equal to R/100 which is equal to 2.5/100 is equal to 0.025. പിന്നെ എഫക്റ്റീവ് റേറ്റ് 1 +
0.025 raised to 4 minus 1, അത് 1.025 raised to 4 minus 1 is equal to 10.38. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്തതായിട്ട് നോക്കാനുള്ളത് ആനുറ്റി ആൻഡ് പെർപെച്യൂറ്റി ആണ്. ആനുറ്റി ആൻഡ് പെർപെച്യൂറ്റി. അപ്പോൾ ആനുറ്റി എന്ന് വെച്ചാൽ എന്താണ്? ആനുറ്റി ഈസ് എ ഫിക്സ്ഡ് സം പെയ്ഡ് പീരിയോഡിക്കലി അണ്ടർ എ സർട്ടൺ സ്റ്റേറ്റഡ് കണ്ടീഷൻസ്. ഒരു കണ്ടീഷൻ നമ്മൾ അടിക്കുന്ന, ഇപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ഹൗസ് ലോണോ അല്ലെങ്കിൽ എന്ത് ലോൺ എടുത്താലും നമ്മളൊരു തുക അടയ്ക്കും വാർഷികമായിട്ട് അല്ലെങ്കിൽ മന്ത്ലി ആയിട്ട്. ഇത് വാർഷികമായിട്ട് അടയ്ക്കുന്ന തുകയാണ് ആനുറ്റി എന്ന് വെച്ചാൽ. ആ വാർഷികമായിട്ട് അടയ്ക്കുമ്പോൾ അതിൽ എന്തുണ്ടാവും? ഒരു പലിശയും അടങ്ങിയിട്ടുണ്ടാവും, അല്ലെ? മുതലിലേക്ക് ഒരു തുക ഉണ്ടാവും, പലിശയും കൂടി അടങ്ങിയിട്ടുള്ളൊരു പൈസയാണ് വരിക. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യലാണ്. The length of time gap between two successive payment is called payment period or payment interval. Payment interval is normally kept 1 year, but it may sometimes be 6 months or 3 months. The length of time between beginning of the first payment period and the end of last payment period is called the term of annuity. അപ്പോൾ അതായത് അധികം പേയ്മെൻറ്റ് പീരീഡ്, അതായത് ആദ്യത്തെ പേയ്മെൻറ്റ് പീരീഡും അവസാനത്തെ പേയ്മെൻറ്റ് പീരീഡും തമ്മിലുള്ള എന്താണ് ഡിഫറൻസിൻ്റെ പേരാണ് ആനുറ്റി എന്ന് വെച്ചാൽ. ഇപ്പോൾ ആദ്യത്തെ കൊല്ലം നമ്മൾ പൈസ അടച്ചു, രണ്ടാമത്തെ കൊല്ലം അടയ്ക്കുക, ഇതിൻ്റെ ഡിഫറൻസ് ഉണ്ടല്ലോ, അതിൻ്റെ പേരാണ് ഇത് ആനുറ്റി എന്ന് വെച്ചാൽ. ദ എമൗണ്ട് ഓഫ് ദ ഫ്യൂച്ചർ വാല്യൂ ഓഫ് എൻ ആനുറ്റി ഇസ് ദ സം ഓഫ് എമൗണ്ട്സ് വിച്ച് വുഡ് ബി ഒബ്റ്റെയിൻഡ് ഇഫ് ഈച്ച് പേയ്മെൻറ്റ് വെൻ ഡ്യൂ വെർ കെപ്റ്റ് അറ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ടിൽ ദ എൻഡ് ഓഫ് ദ സ്പെസിഫൈഡ് ടേം. അതായത് ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കൂടി ഇന്നുണ്ടാവും ഈ ആനുറ്റിയിൽ അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷനിലൊക്കെ ഒരുപാട് എന്താണ് വേരിയേഷൻസ് വരും. അപ്പോൾ ഒരു എക്സാമ്പിൾ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ആനുറ്റി അധികം നമ്മൾ തിയറി ആയിട്ട് ചോദിക്കുക, പ്രോബ്ലം അധികം റെയറായിട്ടേ ചോദിക്കാറുള്ളൂ. അവിടെ പറഞ്ഞത്, സപ്പോസ് ദാറ്റ് ആൻ ആനുറ്റി ഓഫ് ₹100 ഇൻവെസ്റ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ഇയർ ഫോർ 5 years at 5% per annum കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇതിൽ എത്രയാണ് ഇതിൽ ആനുറ്റി വരിക എന്നുള്ളതാണ്. ആനുറ്റി ഓഫ് ₹100 100 വരുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ഇയർ. അതായത് നമുക്കൊരു 100 രൂപ അടയ്ക്കാണ്ട് അതിലൊരു 5% പലിശ ഉണ്ട്, 5 കൊല്ലത്തേക്ക് അടയ്ക്കേണ്ടത്. അപ്പോൾ അടയ്ക്കേണ്ട തുക, അതായത് 5 കൊല്ലത്തേക്ക് എത്ര വരും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ദ ഫസ്റ്റ് ഇയർ എത്ര വരിക? 100 + 1 + 5 / 100 raised to 4, 100 ഇൻറ്റു എന്താണ് 1.05 raised to 4. അപ്പോൾ എന്താണ്, അതാണ് ഫസ്റ്റ് ഇയർ വരിക. 100 ഇൻറ്റു 1.05 raised to 4. നെക്സ്റ്റ് അടുത്തത് സെക്കൻഡ് ഇയർ വരുന്നത് 100 ഇൻറ്റു 1 + 5 / 100 raised to 3, അത് 100 ഇൻറ്റു 1.05 raised to 3 ആണ്. അങ്ങനെ നോട്ട് ദാറ്റ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ 5th ഇയർ വിൽ നോട്ട് ഏൺ എനി ഇൻട്രസ്റ്റ്, ദസ് ദ എമൗണ്ട് ഓഫ് ആനുറ്റി വിൽ ബി 100. അവസാനത്തെ ഇയർ 100 വരിക. അപ്പോൾ ഇങ്ങനെയാണ് ആനുറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 5 കൊല്ലം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം 100 എടുക്കുക, പ്ലസ് ഇവിടെ എന്താണ് 100 ഇൻറ്റു 1 പ്ലസ് എത്ര റേറ്റ്, ആ റേറ്റിന് എന്ത് ചെയ്യുക 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇത് raised to 1 ആണ്, പിന്നെ ഇങ്ങോട്ടേക്ക് എടുക്കുക. പിന്നെ എന്താണ്, ഇത് raised to 2 ആണ്, raised to 3 ആണ്, raised to 4 ആണ്. ഇങ്ങനെ ഉണ്ടോ? ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് ഓരോന്നും ഇത് raised to 4, raised to 3, raised to 2 ഇതിന് ഇതായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ബദലായിട്ട് ചെയ്യേണ്ടത്, ഇതിനെ 1 ആക്കുക, ഇതിന് ഇതേപടി എഴുതുക, ഇതിനെ raised to 2 ആയിട്ട് എഴുതുക, raised to 3 ആയിട്ട് എഴുതുക, raised to 4 ആയിട്ട് എഴുതുക. അങ്ങനെ എഴുതുക, 100നെ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. അതായത് ഇത് ആദ്യം ഇത് ചെയ്യുക, ഇത് ഇത്ര കിട്ടി, ഇത് ചെയ്യുക, ഇത് ഇത്ര കിട്ടി, ഇത് ചെയ്യുക, ഇത് ഇത്ര കിട്ടി, ഇത് പിന്നെ ഇതന്നെ, പിന്നെന്താണ് ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ ഇതാണ് എന്ത് ആനുറ്റി വാല്യൂ എന്ന് വെച്ചാൽ. എന്നിട്ട് 100നെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾ 5 കൊല്ലം കൊണ്ട് അടയ്ക്കുന്ന പൈസ എത്രയാണ്? ഈ ഒരു തുകയാണ്. വൈൽ ഡീലിംഗ് വിത്ത് ക്വസ്റ്റ്യൻസ് ഓഫ് ആനുറ്റീസ് വി ഷുഡ് ഓൾവേസ് കൺസിഡർ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അൺലെസ് അതർവൈസ് മെൻഷൻഡ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്തതാണ് ടൈപ്സ് ഓഫ് ആനുറ്റി എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആനുറ്റി. അപ്പോൾ അത് ചോദിക്കാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. ഒന്ന് ലെവൽ അല്ലെങ്കിൽ യൂണിഫോം ആനുറ്റിയാണ്. ഇഫ് ദ പീരിയോഡിക് പേയ്മെൻറ്റ് ആർ ഈക്വൽ ദ ആനുറ്റി ഈസ് കോൾഡ് ലെവൽ ഓർ യൂണിഫോം പേയ്മെൻറ്റ്. അതായത് ഈക്വൽ ആയിട്ടുള്ള ആനുറ്റി എമൗണ്ട് വരികയാണെങ്കിൽ, നേരത്തെ 100 നമ്മൾ നല്ല 100 5 കൊല്ലത്തേക്ക് അടയ്ക്കാമെന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റും കൂടി ചേർത്തിട്ട് എത്ര വരുന്നുണ്ട്? എല്ലാം കൂടി ചേർത്ത് 551 വരുന്ന സംതിങ് വരുന്നുണ്ട് അല്ലേ? 552.56. പിന്നെ ആനുറ്റി സർട്ടൻ ആണ്. ഇഫ് ദ നമ്പർ ഓഫ് പീരിയോഡിക് പേയ്മെൻറ്റ് ആൻഡ് ദ പോയിന്റ് ഓഫ് ടൈം വെൻ ദേ ഫോൾ ഡ്യൂ ടു ആർ ഡെഫിനറ്റ്ലി നോൺ ഇൻ ദ ബിഗിനിങ് ആൻഡ് itself not depends on any contingency, it is called annuity certain. എത്ര കാലത്തേക്ക് അടയ്ക്കണം എന്നുള്ളതും അതിൻ്റെ കാലാവധി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയെങ്കിൽ അതാണ് എന്ത് annuity certain എന്ന് വെച്ചാൽ. പിന്നെ there are 3 types of annuity certain. annuity certain 3 തരം വരുന്നുണ്ട്. annuity immediate or ordinary annuity,
ആനുറ്റി ഡ്യൂ വരുന്നുണ്ട്, പിന്നെ ഡിഫേർഡ് ആനുറ്റി വരുന്നുണ്ട്. അപ്പോൾ ആനുറ്റി ഇമ്മീഡിയറ്റ് എന്താണ്? ഇഫ് ദ പീരിയോഡിക് പേയ്മെൻറ്റ് ആർ മെയ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് പീരീഡ് ദ ആനുറ്റി ഈസ് കോൾഡ് ആനുറ്റി ഇമ്മീഡിയറ്റ്. പിന്നെ ആനുറ്റി ഡ്യൂ എന്താണ്? ഇഫ് ദ പീരിയോഡിക് പേയ്മെൻറ്റ് ആർ മെയ്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് പീരീഡ് ആനുറ്റി ഈസ് നെയിംഡ് ആസ് ആനുറ്റി ഡ്യൂ. ബിഗിനിങ് ഓഫ് ഈച്ച് പീരീഡ് വരികയാണെങ്കിൽ എന്താണ്? അത് ആനുറ്റി ഡ്യൂ ആണ്. പിന്നെ ഡിഫേർഡ് ആനുറ്റി എന്താണ്? ഇഫ് ദ പീരിയോഡിക് പേയ്മെൻറ്റ് സ്റ്റാർട്ട് ഓൺലി ആഫ്റ്റർ എ സർട്ടൻ പീരീഡ് കോൾഡ് ഡിഫേർഡ് പീരീഡ്. ദ ആനുറ്റി ഈസ് കോൾഡ് എ ഡിഫേർഡ് ആനുറ്റി. അങ്ങനെ ഇത് തിയറിയാണ്, അപ്പോൾ അതൊന്ന് നോക്കി വെക്കുക. പിന്നെ ഇതിനൊരു ഫോർമുല ഉണ്ട്, ഓർഡിനറി ആനുറ്റീൻ്റെ ഫോർമുല നോക്കിക്കഴിഞ്ഞാൽ, സപ്പോസ് ദാറ്റ് an annuity of A is paid into an account in each period at the rate R% per period compound interest. If the payment are made at the end of each period for n periods, then the accumulated amount of annuity or future value of annuity is S is equal to A into, അപ്പോൾ എ ആണ് അടയ്ക്കുന്ന തുക. അപ്പോൾ അടയ്ക്കുന്ന തുകയാണ് എ എന്ന് വെച്ചാൽ, അപ്പോൾ അത് അതിൻ്റെ കൂടെ 1 പ്ലസ് ഒരു റേറ്റ് ഉണ്ടാവുമല്ലോ, അത് ആറിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റേസ് ടു n-1 ഡിവൈഡ് ബൈ ഐ ആണ് വരിക. ഐ എന്ന് വെച്ചാൽ R/100 ആണ്. അപ്പോൾ ഇത് അടയ്ക്കുന്ന തുകയാണ്. സപ്പോസ് an annuity of A is paid into an account in each period. അതായത് ഇപ്പോൾ ഒരു വർഷമായിട്ട് എ എന്ന് പറഞ്ഞ തുക അടയ്ക്കണമെങ്കിൽ ആ തുകയാണ് ഇവിടെ എഴുതുക. 1 പ്ലസ് ഐ എന്ന് വെച്ചാൽ എന്താണ്? R/100 ആണ്. അങ്ങനെ വെച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എക്സാമ്പിൾ 1 പോലെ എ എന്ന് വെച്ചാൽ 100, ആർ എന്ന് വെച്ചാൽ 5%, അപ്പോൾ ഐ എന്താണ്? 5/100.05. അങ്ങനെ വരുമ്പോൾ എത്രയാണ് ആനുറ്റീൻ്റെ തുക വരിക? 100 ഇൻറ്റു 1 പ്ലസ് എന്താണ്? ഇതുണ്ടല്ലോ 0.05 റേസ് ടു 5 -1 ഡിവൈഡ് ബൈ 0.05, അപ്പോൾ 552.56 നമ്മൾ നേരത്തെ കിട്ടിയ. ഇനി അടുത്തതാണ് ആനുറ്റി ഡ്യൂ എന്താണെന്നുള്ളത്. സപ്പോസ് ദാറ്റ് an annuity of A is invested for n periods at the rate of R% per period compound interest if the investments are made at the beginning of each period. The accumulated annuity, അപ്പോൾ ഇത് ആനുറ്റി ഡ്യൂ എന്ന് പറഞ്ഞ സംഗതി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, അതിൻ്റെ സം എങ്ങനെ കിട്ടുകയെന്ന് വെച്ചാൽ, അടയ്ക്കുന്ന തുക പ്ലസ് 1 പ്ലസ് ഐ ഇൻറ്റു 1 പ്ലസ് ഐ റേസ് ടു n-1 ഡിവൈഡ് ബൈ ഐ. ഇതാണ് വരുന്നത്, ഇതാണ് അടയ്ക്കുന്ന തുക. അപ്പോൾ നേരത്തെ കേസിൽ എന്താണ്? എ ആണ് 100 വരിക, ഇത് 1 പ്ലസ് 0.05 ഇൻറ്റു 1 പ്ലസ് 0.05 റേസ് ടു 5 -1 ഡിവൈഡ് ബൈ 0.05. ഇത് ചെയ്താൽ നമുക്ക് എന്താണ്? ആനുറ്റി ഡ്യൂ എന്ന് പറഞ്ഞുള്ള സംഗതി കിട്ടുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. സപ്പോസ് that an annuity of rupees 40,000 payable at the beginning of each year is put into account for 6 years at 8% per annum compound interest, then the future value of the annuity may be computed as follows. അപ്പോൾ അതിൽ എ എന്ന് വെച്ചാൽ എന്താണ്? 40,000 വരും, 6 ആണ്. ഐ എന്ന് വെച്ചാൽ R/100 ആണ്, 0.08. എൻ എന്ന് വെച്ചാൽ 6 ആണ്. അപ്പോൾ അതിൽ ആദ്യം എന്താണ്? എ 40,000 ആണ് അടയ്ക്കുന്ന തുക, ആർ എത്രയാണ്? എൻ എത്രയാണ്? 6 ആണ്, 8% 6 8 ആണ്. അപ്പോൾ ഐ എന്താണ്? 8/100, അത് 0.08. അങ്ങനെ വെച്ചിട്ട് എന്താണ്? ഇങ്ങനെ ഒരു ഇക്വേഷനിലേക്ക് അത് കൊള്ളിക്കുക. അത് കൊള്ളിച്ചിട്ട് എന്താണ്? ഓരോന്നായിട്ടത് ചെയ്യുക. എന്നിട്ട് എന്താണ്? ഈ 40 ഇവിടെ തന്നെ ഇപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 43,200 വരും. അതിന് വീണ്ടും ഇതുമായിട്ട് അത് 7.33 ആണ്. അപ്പോൾ മൊത്തത്തിൽ 3,16,926 വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ആനുറ്റിയിലാകെ പറയാനുള്ളത്. സിമ്പിളായ കാര്യമാണ്. അപ്പോൾ അതിന് ചിലപ്പോൾ ഇങ്ങനത്തെ 2 ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇക്വേഷൻസ് നിങ്ങളൊന്ന് ബൈഹാർട്ട് പഠിക്കുക. അധികം തിയറി ആയിട്ടാണ് അത് അധികം ചോദിക്കാറുള്ളത്. ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാനുള്ളത് സിങ്കിങ് ഫണ്ടാണ്. സിങ്കിങ് ഫണ്ട്. അപ്പോൾ സിങ്കിങ് ഫണ്ട് എന്താണ്? എ സിങ്കിങ് ഫണ്ട് ഇസ് എ ഫണ്ട് ദാറ്റ് ഈസ് അക്യൂമുലേറ്റഡ് ഫോർ ദ പർപ്പസ് ഓഫ് പേയിങ് ഓഫ് ഒബ്ലിഗേഷൻ അറ്റ് ഫ്യൂച്ചേഴ്സ് designated date through regular equal payment. It is a fund created to discharge a future liability. ശരിക്കും സിങ്കിങ് ഫണ്ട് നമ്മൾ ഇതിലും കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ എന്താണ്? നമ്മൾ ഭാവിയിലുള്ള ഒരു ലയബിലിറ്റി തീർക്കാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്ന തുകയാണ്. അപ്പോൾ അതിനൊരു റേറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, സിങ്കിങ് ഫണ്ട് റേറ്റ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ അല്ലേ. ആ റേറ്റ് എന്നുള്ളത് അവിടെ നോക്കുന്നത്. It is a fund created to discharge a known future liability. The use of sinking fund is more common in business. ബിസിനസ്സിൽ വളരെ കോമൺ ആയിട്ട് ഈ സിങ്കിങ് ഫണ്ട് യൂസ് ചെയ്യാറുണ്ട്. Where they are used to plan ahead for anticipated expense like replacement of machinery, modernization of plant or expansion and redemption of debentures. Debenture redeem ചെയ്യാവുന്നത് യൂസ് ചെയ്യാറുണ്ട്. A firm anticipates a capital expenditure of rupees 50,000 for a new equipment in 5 years. How much should be deposited quarterly in a sinking fund carrying
12% per annum compounded quarterly to provide for the purchase. അപ്പോൾ എത്രയാണ് കോമ്പൗണ്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എമൗണ്ട് കൊടുത്തിട്ടുണ്ട് 50,000 മൊത്തം വേണ്ടത്. അതിൽ 5 കൊല്ലം കൊണ്ട് അത് ചെയ്ത്, അതായത് ഇത് അടച്ച് തീർക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ക്വാർട്ടർലി ആയിട്ടൊരു തുക അടക്കണം. അത് എത്രയാണ്? 12% നിരക്ക് വരുന്നത്. ക്വാർട്ടർലി ആകുമ്പോൾ 12% 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 3% വരുന്നത്. സമ്മ് വരുന്നത് 50,000. പിന്നെ ഐ എന്താണ്? ഇവിടെ 3 കിട്ടിയത്. അപ്പോൾ 3 എന്താണ്? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഐ 0.3 ആണ്. സിങ്കിങ് ഫണ്ടിൻ്റെ ഇക്വേഷൻ അതേ ആനുറ്റീൻ്റെ അതേ ഇക്വേഷൻ തന്നെയാണ്. എ ഇൻറ്റു എന്താണ് 1 + i⁻n−1 ഡിവൈഡ് ബൈ ഐ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് 50,000 കിട്ടും. നമുക്ക് തുക എ ആണ് ഇവിടെ അറിയേണ്ടത്. എ എത്രയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് അറിയണമെങ്കിൽ എന്താണ്? ആദ്യം ഇത് ചെയ്യാം. അപ്പോൾ എന്താണ്? ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന തുക എത്രയാണെന്ന് വെച്ചാൽ 0.830 ആണ്. അപ്പോൾ അടയ്ക്കേണ്ട തുക, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ താഴെ ഉള്ളത് ഇങ്ങോട്ടേക്ക് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 1500 ഇത് കുറയുന്നുണ്ട്. 50,000 0.03 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 50,000 1500 അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് നമ്മൾ മൈനസ് ചെയ്താൽ 0.803 പോയിൻറ്റ് ഈ 1500 0.803 വരുമ്പോൾ 1868 വരും. ഇതാണ് നമ്മുടെ എ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സിങ്കിങ് ഫണ്ടിൻ്റെ അപ്പോൾ എമൗണ്ട് വരുന്നത്. സിങ്കിങ് ഫണ്ട് എമൗണ്ട് ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇതിലിങ്ങനെയാണ് എന്ത് കിട്ടുന്നത്? നമുക്ക് ആ നിരക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ഇതിനതുമായിട്ട് ഡിവൈഡ് ചെയ്താലും എന്താണ്? മൊത്തത്തിൽ ഇത് ചെയ്തിട്ട് ഇതിനതുമായിട്ട് ഡിവൈഡ് ചെയ്താലും നിങ്ങൾക്ക് ഈ 1868 കിട്ടുന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ നമ്മൾ എന്തിൻ്റെ ആനുറ്റി ഡ്യൂവിൻ്റെതല്ലാതെ നോർമൽ ആനുറ്റീൻ്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, ഓർഡിനറി ആനുറ്റി, ഇതിൻ്റെ ഇക്വേഷൻ അതേപടി ഇങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതാണ്. സിങ്കിങ് ഫണ്ട് ആകുമ്പോഴും ഇവിടെ കൊടുക്കുക എന്നുള്ളതാണ്. ആനുറ്റീൻ്റെ അടിസ്ഥാനത്തിലാണ് സിങ്കിങ് ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുറ്റി ആണ്. ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഗിവൺ സം ഓഫ് മണി ഡ്യൂ at the end of a certain period of time is that sum which is invested now at the given rate of interest accumulates to the given sum at the end of the period. The present value of an annuity is the sum of the present values of all payments. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഭാവിയിൽ അടയ്ക്കുന്ന തുകേൻ്റെ നിലവിൽ ഇപ്പോൾ എന്താണ് അതിന് നിരക്ക് വരിക എന്നുള്ളതാണ്. അതാണ് നോക്കുന്നത്. അതിനൊരു ഇക്വേഷൻ ഉള്ളത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുറ്റീൻ്റെ ഇക്വേഷൻ വരുന്നത് ഇതാണ് വി. അപ്പോൾ ഇത് എന്താണ്? എ ഡിവൈഡ് ബൈ ഐ ആണ് ആദ്യം ഇൻറ്റു 1 - 1 + i-1 വരും. -1 എന്ന് പറയുമ്പോൾ റൂട്ട് കാണേണ്ടി വരും, സ്ക്വയർ റൂട്ട്. അപ്പോൾ രണ്ടൊക്കെ ആണെങ്കിൽ പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ -14 ഇവിടെ റേസ് ടു -14 വന്നിരിക്കുന്നത്. അപ്പോൾ റേസ് ടു -14 എന്നൊക്കെ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണത്. കാര്യം എന്താ വെച്ചാൽ സ്ക്വയർ റൂട്ട് ഓഫ് 14 ചെയ്യണം നമുക്കത്. നിങ്ങളല്ലെങ്കിൽ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ വെച്ചിട്ട് ചെയ്ത് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത് ഫൈൻഡ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുറ്റി ഓഫ് ₹1000 per annum ഫോർ 14 years. 2 വർഷമാണ് 3 വർഷമാണ് നമുക്ക് ചെയ്യാം. 14 കൊല്ലത്തെ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാര്യം റേസ് ടു -14 വരുമ്പോൾ -14 എന്ന് വെച്ചാൽ സ്ക്വയർ റൂട്ട് ഓഫ് 14 ആണ്. അതായത് 14 റേസ് ടു 14 സ്ക്വയർ റൂട്ടാണ്. അപ്പോൾ എ എന്ന് വെച്ചാൽ 1000 ആണ്, n 14 ആണ്, 9% ആണ്. അപ്പോൾ ഐ എന്താണ്? 9/100. അത് വെച്ചിട്ട് എന്താണ് ആ ഇക്വേഷൻ നമ്മൾ കൊള്ളിക്കുക. എന്നിട്ട് ഇതാണ് ടാസ്ക് കാണാൻ. അത് കണ്ടു കഴിഞ്ഞാൽ എന്താണ് പിന്നെ സീന് വരുന്നില്ല. കാര്യം എന്താണ്? മൈനസ് ചെയ്യുക, ഇതുമായിട്ട് ഡിവൈഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്താൽ ഇതാണ് എന്ത്? പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുറ്റി കിട്ടുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് എന്താണ്? ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 1 + r² ഇസ് ഈക്വൽ ടു 1 - എന്താണ് 6 അങ്ങനെ വരും. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0.5v അല്ലേ? 0.5v ഇസ് ഈക്വൽ ടു 10 ഇൻറ്റു എന്താണ് 1 ഡിവൈഡഡ് ബൈ 1 - എന്താണ് 1 ഡിവൈഡ് ബൈ 1.05. ഓക്കെ, അത് വരും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് അവസാനം എത്തുന്നത് 10 ഇൻറ്റു എന്താണ് 1.05 ഡിവൈഡ് ബൈ 0.05. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 0.05ൻ്റെ സ്ക്വയർ വരും താഴെ
0.05 സ്ക്വയർ വരും. അപ്പോൾ അങ്ങനെ ചെയ്താൽ 4200 വരിക. ഇതിൻ്റെ ചോദ്യം വളരെ റയറായിട്ട് ചോദിക്കുള്ളൂ. കാര്യം ഇത് കുറച്ചൊരു ഇത് ഈ ഒരു രീതിയിൽ ചെയ്ത് വരണമെങ്കിൽ കുറച്ചൊരു ടഫാണ്. പെർപെച്യൂറ്റി എന്താണെന്നുള്ളത് ചോദിക്കുന്നില്ലാണ്ട് ഇങ്ങനത്തെ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പോൾ ജസ്റ്റ് നോക്കി വെച്ചാൽ മാത്രം മതി. അപ്പോൾ അതിൻ്റെ കോൺസെപ്റ്റിൻ്റെ ബേസിൽ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതൊരു രീതിക്ക് ഇങ്ങനെ രീതിക്ക് ചെയ്ത് വരാൻ അത് ചെയ്തെടുക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിനൊരു ഇക്വേഷൻ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കും, ജസ്റ്റ് ഇങ്ങനെ കാണാനായിട്ട്. ഇത് ചെയ്തെടുക്കുക എന്നുള്ളത് ഈ ഒരു രീതിയാണ് ഇവിടെ കൊടുത്തത്, ഡിഫേർഡ് പെർപെച്യൂറ്റീൻ്റെ. അപ്പോൾ അതെങ്ങനെ വരുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെയാണ് ഗ്രോയിങ് പെർപെച്യൂറ്റി വരുന്നത്. ഗ്രോയിങ് പെർപെച്യൂറ്റി ഈസ് എ സീരീസ് ഓഫ് പീരിയോഡിക് പേയ്മെൻറ്റ് ദാറ്റ് ഗ്രോ അറ്റ് എ പ്രൊപ്പോർഷനേറ്റ് റേറ്റ് ഫോർ എൻ ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് ടൈം. അപ്പോൾ ഒരുപാട് സമയത്തേക്ക് ഇങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു പെർപെച്യൂറ്റിയാണ് ഗ്രോയിങ് പെർപെച്യൂറ്റി എന്ന് വെച്ചാൽ. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഗ്രോയിങ് പെർപെച്യൂറ്റി കാണണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഇക്വേഷൻ വരുന്നത്. പ്രസൻറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു P1 ഡിവൈഡ് ബൈ R മൈനസ് G. അത് പീരിയോഡിക് പേയ്മെൻ്റ് ആണ്. R എന്ന് വെച്ചാൽ ഡിസ്കൗണ്ട് റേറ്റ് ആണ്. G എന്ന് വെച്ചാൽ അത് ഗ്രോത്ത് റേറ്റ് ആണ്. അപ്പോൾ അത് കാണാൻ എളുപ്പമാണ്. അത് ചോദിക്കുകയാണെങ്കിലും ഇപ്പോൾ ഒരു പേയ്മെൻറ്റ് P എന്ന് വെച്ചാൽ പേയ്മെൻ്റ് ആണ്, അതിനൊരു ഗ്രോത്ത് റേറ്റ് കൊടുക്കും, അതിനൊരു ഡിസ്കൗണ്ട് റേറ്റ് കൊടുക്കും. അപ്പോൾ ഈ പറയുന്ന പേയ്മെൻറ്റ് മുകളിൽ എഴുതുക, ഈ ഡിസ്കൗണ്ട് റേറ്റ് അതിനെന്ത് ചെയ്യുക, 10നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ പറയുന്ന ഗ്രോത്ത് റേറ്റ് അതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 0.04 മൈനസ് ചെയ്യുക. അത് മൈനസ് ചെയ്താൽ 8333 കിട്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതാണ് ഗ്രോയിങ് പെർപെച്യൂറ്റീൻ്റെ എമൗണ്ട് വരുന്നത്. അപ്പോൾ എല്ലാ വർഷവും ഈ ഒരു അളവിൽ പെർപെച്യൂറ്റി ഉണ്ട് എന്നുള്ളതാണ്. ദിസ് മീൻസ് ദാറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ സ്റ്റോക്സ് മിസ്റ്റർ എക്സ് പർച്ചേസ്ഡ് ഈസ് 8333. This is useful for Mr. X because he can compare the present value of the perpetuity to the amount he paid for the stock. If the present value is higher than he paid, it was a wise investment for him. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ആനുറ്റി ആൻഡ് പെർപെച്യൂറ്റി മെയിനായിട്ട് തിയറി ആയിട്ട് ചോദിക്കുന്നതാണ്. ഈ പെർപെച്യൂറ്റിൻ്റെ ടൈപ്സും ചോദിക്കും, ആനുറ്റീൻ്റെ ടൈപ്സും ചോദിക്കും. തിയറി ആയിട്ട് നന്നായി പഠിക്കുക. പ്രോബ്ലംസിന് അത്ര വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിതിന് മുൻപ് കണ്ട കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനോ സിമ്പിൾ ഇൻട്രസ്റ്റിനോ ഒക്കെ കൊടുക്കുന്ന അത്രയും ഇമ്പോർട്ടൻസ് ഈ ആനുറ്റിൻ്റെയും പെർപെച്യൂറ്റിൻ്റെയും നമ്മുടെ ഈ പറയുന്ന പ്രോബ്ലംസിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക. പിന്നെ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് ആണ്. അപ്പോൾ ഇറ്റ് ഈസ് എ ജോമെട്രിക് പ്രോഗ്രഷൻ റേഷ്യോ ദാറ്റ് പ്രൊവൈഡ്സ് എ കോൺസ്റ്റൻറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ ഓവർ ദ ടൈം പീരീഡ്. അപ്പോൾ ഒരു certain ടൈം പീരീഡിൽ നമുക്ക് ഒരു ഒരു ജോമെട്രിക് പ്രോഗ്രഷനാണ്, ഒരു കോൺസ്റ്റൻറ്റ് റേറ്റിന് കിട്ടുന്ന ഒരു ജോമെട്രിക് പ്രോഗ്രഷനാണ് കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ്. അപ്പോൾ ഒരു എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്, ക്വസ്റ്റ്യൻ ഒന്നുള്ളത്. സപ്പോസ് ദാറ്റ് ദ ആനുവൽ സെയിൽസ് ഓഫ് എ കമ്പനി in years 2000 is 100 crore. If the rate of annual growth of the sales is 20%, then the total sales after 5 years may be computed. അപ്പോൾ 0 years 0 അല്ല, 2000 അല്ല, 0 years ആണ്. അപ്പോൾ തുടങ്ങുന്ന സമയത്ത് തന്നെ 100 കോടിയാണ്. പിന്നെ വെറും വർഷങ്ങളിൽ 20% വെച്ച് കയറുകയാണെങ്കിൽ എത്രയാണ് ഇതിൻ്റെ ഈ പറയുന്ന ടോട്ടൽ സെയിൽസ് 5 കൊല്ലം കൊണ്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ തുടങ്ങിയ വർഷത്തിൽ 100 കോടി, അടുത്ത വർഷത്തിൽ 100 കോടിൻ്റെ കൂടെ 100 കോടി, അതിൻ്റെ 20%. അടുത്ത കൊല്ലം 100 കോടിൻ്റെ 20%. അപ്പോൾ ഇതിങ്ങനെ വന്നല്ലോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതും ഇതിൻ്റെ ഒരു 20%. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 5 കൊല്ലമാണ് നേരത്തെ. ഇങ്ങനെയാണ് അതിന് ഇക്വേഷൻ വരിക. അപ്പോൾ 100 × 1 + 0.02⁵. അപ്പോൾ നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്, ഇതൊരു കോമ്പൗണ്ടിങ് റേഷ്യോ ആണ്. ഇഫ് ദ ടൈം ഡ്യൂറേഷൻ ഈസ് 5 years ആൻഡ് ദ സെയിൽസ് ഇൻ ദ ഇയർ 0 is called beginning value denoted by V begin. Okay, and the sales after 5 is called the final value denoted by V final. Also the time period is 5 years and the CAGR is 0.2. Okay, അപ്പോൾ അതൊരു കോമ്പൗണ്ടിങ് ഫാക്ടറാണ്. അത് മാത്രം കൂട്ടിയാൽ മതി, ഗ്രോത്ത് റേറ്റിൻ്റെ കോമ്പൗണ്ടിങ് ഫാക്ടർ. അപ്പോൾ V final is equal to V begin. അപ്പോൾ നേരത്തെ കണ്ട് V begin എന്ന് വെച്ചാൽ ആദ്യത്തെ നിരക്ക്, അത് 100 രൂപ + 1 + ഈ CAGR നമ്മൾ നേരത്തെ കണ്ട കോമ്പൗണ്ടിങ് റേറ്റ്, അത് 20 ഡിവൈഡ് ബൈ 100 റേസ്റ്റ് 5 കൊല്ലാണെങ്കിൽ. ഓക്കെ, ദിസ് ലീഡ്സ് ടു. അപ്പോൾ CAGR കാണണമെന്നുണ്ടെങ്കിൽ CAGR കാണേണ്ട ഇക്വേഷൻ ഇതാണ്. CAGR തിയറി ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഇക്വേഷൻ എഴുതി വെക്കുക നിങ്ങൾ.
വി ഫൈനൽ ഡിവൈഡ് ബൈ വി ബിഗിൻ റേസ് ടു 1/5 മൈനസ് 1. ഇതാണ് 5 കൊല്ലത്തെ CAGR കാണേണ്ട ഇക്വേഷൻ വരിക. അപ്പോൾ ഇവിടെ 5 4 റേസ് ടു എന്താണ് 1/4 വരും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇക്വേഷൻ വരുന്നത് 1/n - 1. ഓക്കെ, CAGRൻ്റെ ഫോർമുല ഇതാണ്. അപ്പോൾ അത് എന്താണ് തിയറി ആയിട്ട് ചോദിക്കുന്നതാണ്. ഇനി ഇതിന് ചില ഡിസഡ്വാൻറ്റേജസ് ഒക്കെ വരുന്നുണ്ട്. ദ എബവ് ഫോർമുല ഈസ് അപ്ലിക്കബിൾ ഓൺലി ഇഫ് ദ ആനുവൽ ഗ്രോത്ത് റേറ്റ് is a constant for different years. It will not be applicable if the annual growth rate is variable, as it depends only in the beginning value and final value. അപ്പോൾ ഈ ബിഗിനിങ് വാല്യൂവിനും ഫൈനൽ വാല്യൂവിനൊക്കെ ഉള്ള വേരിയേഷൻസും പിന്നെ എന്താണ് ഈ റേറ്റിന് വരുന്ന വേരിയേഷൻസ് ഒക്കെ ഇതിനെ ബാധിക്കും. അതുകൊണ്ട് എന്താണ് ഇതിന് കുറേ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് ഈ ഒരു ഫോർമുലയ്ക്ക്. പിന്നെ മറ്റൊരു ഇതാണ്, സപ്പോസ് ദാറ്റ് the annual sales of a product increases every year at a constant rate. If the total sales in 1990 is 200 crore, at the end of 2000 it is 1000 crore, then CAGR എത്ര വരും? വി ഫൈനൽ എത്രയാണ്? 1000, ഇത് 200. എത്ര കൊല്ലാണ്? 90 മുതൽ 2000 വരെ 10 കൊല്ലം. അപ്പോൾ ഇവിടെ 1000 ഡിവൈഡ് ബൈ 200 റേസ് ടു 1/n എത്രയാണ്? n എത്ര കൊല്ലാണ്? 10 മൈനസ് 1. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുക ജസ്റ്റ് 5 ഡിവൈഡ് ബൈ 5 റേസ് ടു 1/10 മൈനസ് 1. ഇതാണ് നിരക്ക് വരിക. അപ്പോൾ 5 എന്താണ് 5-ൻ്റെയൊക്കെ നമ്മൾ റേസ് ടു 10 റൂട്ട് കാണണമെങ്കിൽ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ തന്നെ നിങ്ങൾ കാണേണ്ടി വരും, അല്ലാതെ നോർമൽ കാൽക്കുലേറ്റർ കാണാൻ പ്രയാസമാണ്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് എഴുതി വെക്കുക എന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കണേ. ഇക്വേഷൻ പഠിക്കുക. അപ്പോൾ ഇക്വേഷൻ പഠിക്കുമ്പോൾ എന്താണ് ഫസ്റ്റ് ബിഗിനിങ് വാല്യൂ ഫൈനൽ വാല്യൂ നോക്കുക, എത്ര കൊല്ലാന്നുള്ളത് നോക്കുക. 90 മുതൽ 2000 വരെ 10 കൊല്ലം. പിന്നെ ഇതാണ് ഇക്വേഷൻ വരുന്നത്. ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കുക. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഇതുണ്ടല്ലോ, ഇതൊന്ന് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഇത് തിയറി ആയിട്ട് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ളതാണ്. ഇനി ലാസ്റ്റ് ഒരു സാധനമാണ്, ഇത് ചിലപ്പോൾ നമ്മളടുത്ത് ചോദിക്കാറുണ്ട്, EMI കമ്പ്യൂട്ട് ചെയ്യുന്നത്. നമുക്ക് ഇനി നോക്കാനായിട്ടുള്ളത് ഈ ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ EMI, അപ്പോൾ അത് കോമൺ ആയിട്ട് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് വളരെ സിമ്പിളാണ്, എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ആൻ ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് ഇസ് എ ഫിക്സ്ഡ് പേയ്മെൻറ്റ് എമൗണ്ട് മെയ്ഡ് ബൈ എ ബോറോവർ ടു എ ലെൻഡർ എ സ്പെസിഫൈഡ് ഡേറ്റ് ഇൻ ഈച്ച് കലണ്ടർ മന്ത്. അപ്പോൾ ഓരോ കലണ്ടർ മന്തിലും ഒരു സ്പെസിഫൈഡ് ഡേറ്റിൽ കാണുന്നതാണ് ഈ ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻ്റ് എന്ന് വെച്ചാൽ. ഓക്കെ, EMI എന്നാണ് അതിന് പറയാറ് നമ്മൾ, അല്ലെ മന്ത്ലി ഇൻസ്റ്റാൾമെൻ്റ് ആണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക നിങ്ങൾ. അപ്പോൾ അത് റേറ്റ് കൊടുത്തപ്പോൾ അതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കണക്കുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് തിയറി ആയിട്ടും ചോദിക്കാറുണ്ട്. തിയറി ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഇത് ഇത്ര നിങ്ങൾ എഴുതി വെക്കുക. ഇനി ഇതിൻ്റെ കാൽക്കുലേഷൻ ഇപ്പോൾ ഇതിലെങ്ങനെയാണ് വന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് EMI കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. P/I, അതായത് ആ പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലോ, പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻറ്റു I ഇൻറ്റു എന്താണ് 1 + I റേസ് ടു n ഡിവൈഡഡ് ബൈ 1 + I റേസ് ടു n മൈനസ് 1 ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ എന്താണ് 12 ലക്ഷമാണ് ലോൺ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള EMI എത്ര വരും എന്നുള്ളതാണ്. അപ്പോൾ 12 ലക്ഷം ആണെന്ത് നമ്മുടെ I എത്രയാണ്, റേറ്റ് എത്രയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റേറ്റിന് എപ്പോഴും എന്താണ് ഇവിടെ 12% കൊടുത്തത്. അതിനെപ്പോഴും എന്താണ് മന്ത്ലി പേയ്മെൻ്റ് അല്ലേ EMI എന്ന് വെച്ചാൽ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 1 റേറ്റ് വരുന്നത്. അപ്പോൾ I എത്ര വരും? I എന്ന് വെച്ചാൽ എന്താണ് അത് റേറ്റ് ബൈ അല്ലെ 1/100 ആണ്. അപ്പോൾ 0.01. ഇത് മൂന്നും കിട്ടിയാൽ മതി. പിന്നെ n എത്രയാണ്? 2 കൊല്ലമാണ്. അപ്പോൾ 2 കൊല്ലം എന്ന് വെച്ചാൽ n എന്ന് വെച്ചാൽ 2 × 12, അതായത് 24 n വരിക. ഈ 3 കാര്യങ്ങൾ, ഒന്ന് P അറിയാം, ഒന്ന് I അറിയാം, ഒന്ന് n. ഇത് മൂന്നും അറിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എന്താണ് EMI കാൽക്കുലേഷൻ നടക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ആദ്യം എന്താണ് P/I ഇൻറ്റു 1 + I റേസ് ടു n ഡിവൈഡഡ് ബൈ 1 + I റേസ് ടു n മൈനസ് 1. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ P/I, ഇപ്പോൾ 12 ലക്ഷമാണ് P/I. ഓക്കെ, പിന്നെ എന്താണ് 1 + I എന്താണ് 1 + 0.01 എന്താണ് 0.01 1.01 റേസ് ടു n എത്രയാണ് 24 ഡിവൈഡഡ് ബൈ എന്താണ് 1.01 റേസ് ടു 24 മൈനസ് 1. അപ്പോൾ ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് ഇവിടെ എഴുതുക, ഇത് ചെയ്തിട്ട് ഇതൊന്ന് മൈനസ് ചെയ്യുക എന്നാണ്. ഇതിന്നൊന്ന് കുറയല്ലേ, അപ്പോൾ ഇത് ഇവിടെ താഴെ വരും.
എല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്ന് വെച്ചാൽ 56,458.20. EMI കാൽക്കുലേഷൻ വളരെ സിമ്പിളാണ്. ഓക്കെ, വേറെ ഒരു വിഷയം അതിൽ വരുന്നത് ഒരു ഇക്വേഷൻ എന്താണ്, ഇതാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ അതിൽ പ്രിൻസിപ്പിൾ കാരണം ഐ ആണെങ്കിൽ റേറ്റിന് എന്താണ് ആദ്യം 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ ഡിവൈഡ് ചെയ്തതിന് എന്താണ് വീണ്ടും 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഐ കിട്ടി. ഇനി എത്ര വർഷങ്ങളാണ് കൊടുക്കുക, മാസങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അത് ഡയറക്റ്റായിട്ട് എഴുതി വെക്കുക. വർഷങ്ങൾ കൊടുക്കുകയാണെങ്കിൽ എന്താണ് അതിന് 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് n കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പി ആയിട്ട് എന്താണ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, EMI കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ അത് സിമ്പിളായിട്ടുള്ള ഒരു കാൽക്കുലേഷനാണ്.